ഇത് എൻ്റെ അടുത്ത സെറ്റ് അലോവേര ജ്യൂസാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഭയങ്കര മെച്യൂറായിട്ടുള്ള അലോവേരയുടെ ഇലയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് ഫൈബർ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ജ്യൂസ് എടുത്ത് വയ്ക്കുമ്പോൾ അടിയുന്ന ആ ഫൈബർ സെഡിമെൻറ്റ് ഒത്തിരി ഉണ്ടാവും. പക്ഷെ നമ്മൾ അധികം മൂക്കാത്ത ടൈപ്പ് അലോവേര, അതായത് മീഡിയം ഒക്കെയാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസ് അത്രയും ഫൈബർ നമുക്കുണ്ടാവില്ല. ഇനി നമുക്ക് പല രീതിയിൽ നമുക്ക് അലോവേര ജെല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ ഇതിനു മുമ്പൊക്കെ കാണിച്ചത് ഒരു 90% നമ്മൾ അല്ലെങ്കിൽ 95% അലോവേര പ്യുവർ ജ്യൂസും പിന്നെ ബാക്കിയുള്ളത് ഗമ്മും പ്രിസർവേറ്റീവും ചേർത്തിട്ടുള്ള രീതിയിലൊക്കെയാണ് ഞാൻ കാണിച്ചത്. പക്ഷേ അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഓക്കെ, പക്ഷേ അത് ഭയങ്കര ജെല്ലി ടൈപ്പായിരിക്കും, ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 15 അല്ലെങ്കിൽ 10%, മാക്സിമം 20% ഒക്കെ നമ്മൾ ജ്യൂസ് എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ വെള്ളം ചേർത്ത്, അല്ലെങ്കിൽ ബാക്കി പല കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് എസൻഷ്യൽ ഓയിൽ വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ലൈക്ക് നമ്മുടെ നയാസിനമൈഡ്, അലോൻറ്റൈൻ, അൽഫാർബുട്ടിൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 15% ഒറിജിനൽ അലോവേര ജ്യൂസ് എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയാണ്. കാരണം അത്രയും ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ സ്റ്റിക്കിനെസ് കുറയും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ക്ലാരിറ്റി ഒന്നും കൂടി നല്ല ക്ലിയർ ആയിട്ട് വരും. പിന്നെ ക്ലാരിറ്റി നമ്മുടെ ഉണ്ടാക്കുന്ന ജെല്ലിന് പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഇതൊരു വേറൊരു യെല്ലോയിഷ് കളർ പോലെ ചെറുതായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ. അതിന് ഒന്ന്, നമ്മൾ ഉറപ്പായിട്ടും അലോവേര ഫിൽറ്റർ ചെയ്ത ജ്യൂസ് തന്നെ എടുക്കണം. രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഗമ്മിൻ്റെയും കൂടിയുണ്ട്. സ്റ്റിക്കിനെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ കളറിൽ ചേഞ്ചസ് വരുത്തുന്നതും ഈ ഗമ്മിന് ഒരു വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ സാന്താൻ ഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അലോവേര ജെല്ല് ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ തേക്കുമ്പോഴുള്ള സ്റ്റിക്കി ഫീലിംഗ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ജെല്ലിൻ്റെ കളറിലും ചേഞ്ച് വരും. സാന്താൻ ഗം ട്രാൻസ്പാരൻറ്റ്, അതുപോലെ തന്നെ ഗുവാർ ഗം, സോള ഗം ഒത്തിരി നല്ലതാണ്. ഗമ്മിനേക്കാൾ നല്ലതാണ് സോള ഗം. ഇങ്ങനത്തെ, പക്ഷേ അതിൽ റേറ്റിൽ വേരിയേഷൻ ഉണ്ട്. നമുക്ക് നല്ലൊരു ജെല്ല് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ദേഹത്ത് തേച്ചാലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന രീതിയിൽ, ഇപ്പോൾ മുഖക്കുരു ഉള്ളവർക്കൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെല്ല് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. നമ്മൾ 100% നാച്ചുറലിലേക്ക് പോകുമ്പോൾ നമുക്ക് കളർ ചേർക്കുന്ന എല്ലാവർക്കും ഈ കളറിനോടൊരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. അലോവേര ജെല്ലിനൊരു ഗ്രീൻ കളർ കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് നമ്മൾ മാക്സിമം കളർ ചേർക്കാനായിട്ട്, ഗ്രീൻ കളറാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ടീ പൗഡർ, അതുമല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ബ്രൗണിഷ് കളറാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രീൻ ടീയുടെ തന്നെ പൗഡർ, മറ്റേ ഗ്രീൻ ടീ ബാഗ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നമുക്ക് പല രീതിയിൽ നാച്ചുറലായിട്ട് നമ്മൾ കളർ കൊടുത്തും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ അലോവേര ജെൽ ഉണ്ടാക്കിയെടുത്തത് 15% ജ്യൂസും ബാക്കിയുള്ളത് ഞാൻ വാട്ടറും, ഡിസ്റ്റിൽഡ് വാട്ടറും, പിന്നെ ലാവൻഡർ എസൻഷ്യൽ ഓയിൽ. ഇനി ഞാനിതിന് കളറും കൂടി, ഇപ്പോൾ ഒറിജിനൽ ഇതിലാണ്, ഇനിയിപ്പോൾ ഇതിന് കളറും കൂടി ഞാൻ കൊടുത്തു. അതിന് ഗ്രീൻ ടീ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. പൗഡർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ജെല്ലിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പൗഡർ ഉണ്ടാക്കിയതിലേക്ക് ആഡ് ചെയ്ത് കാണിക്കുന്നത്. എപ്പോഴും വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണം അത് ജെല്ലാക്കാനായിട്ട്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് ആ ജെല്ലിൽ ഇങ്ങനെ കിടക്കും. നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഗ്രീൻ ടീയുടെ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് മുഖത്തിനും, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഇടയിൽ കറുപ്പ് മാറാനായിട്ടുള്ള സ്കിന്നിനായാലും ഒത്തിരി നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് എനിക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇനി കൂട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പൗഡർ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അധികം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫോർമുലയിൽ നമ്മൾ ചേർത്തിട്ട് വേണം. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കളർ, ആ കൺസിസ്റ്റൻസി നമുക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അത് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ കളറിലാണ് എനിക്ക് കിട്ടിയത്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയെ ഞാനത് മറ്റേ ഗ്രീൻ ടീയുടെ പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ.